നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ജാമ്യ ഹർജിയുമായി രംഗത്ത്. ജാമ്യം വേണമെന്ന ആവശ്യവുമായി ഗോവർദ്ധൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിലായിരുന്നു ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് പങ്കില്ല എന്നാണ് ഹർജിയിൽ ഗോവർദ്ധൻ ഉന്നയിക്കുന്ന വാദം. അയ്യപ്പ ഭക്തനാണ് താൻ, അതുകൊണ്ട് തന്നെ സ്വർണമായും പണമായും ശബരിമലയിലേക്കാണ് താൻ സംഭാവന നൽകിയിട്ടുള്ളത്. 1 കോടിയിലധികം രൂപയാണ് താൻ നൽകിയിട്ടുള്ളത്. പാളികൾ സ്വർണം പൂശിയ ശേഷവും അന്നദാനത്തിന് പണം നൽകിയ വ്യക്തിയാണ് താൻ. സ്വർണമാലയും താൻ സമർപ്പിച്ചതാണ്. ഇതിനുശേഷം തന്റെ കയ്യിൽ നിന്ന് 80 ലക്ഷം മൂല്യമുള്ള സ്വർണം SIT ഭീഷണിപ്പെടുത്തി വാങ്ങി. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഗോവർദ്ധൻ തന്റെ ഹർജിയിലൂടെ ഉന്നയിക്കുന്നുണ്ട്. കണക്കുകളും ചെമ്പുപാളിയുടെ ചിത്രങ്ങളും ഉൾപ്പെടെയാണ് ഗോവർദ്ധൻ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഗോവർദ്ധൻ. എന്തായാലും ജാമ്യ ഹർജിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തനായ താൻ സ്വർണമായും പണമായും ശബരിമലയിലേക്കാണ് സംഭാവന നൽകിയത് എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ എങ്ങനെയാണ് കോടതിയിലെത്തുമ്പോൾ ആ വാദങ്ങൾ കോടതി എങ്ങനെ സമീപിക്കുന്നു എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രം കണ്ടറിയേണ്ട കാര്യമാണ്. തന്റെ കയ്യിൽ നിന്ന് 80 ലക്ഷം മൂല്യമുള്ള സ്വർണം SIT ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്ന ഗുരുതര ആരോപണം SITക്കെതിരെ ഗോവർദ്ധൻ ഉന്നയിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സമീപിച്ച ജാമ്യാപേക്ഷയിലാണ് SIT തന്നിൽ നിന്ന് 80 ലക്ഷം മൂല്യമുള്ള സ്വർണം ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കണക്കുകളും ചെമ്പുപാളിയുടെ ചിത്രങ്ങളും ഉൾപ്പെടെയായിരുന്നു ജാമ്യ ഹർജി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണം വാങ്ങി ജ്വല്ലറി ഉടമ ബെല്ലാരി ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് SIT. രണ്ടുപേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റുവെന്ന് കണ്ടെത്താനാണ് SIT ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. സ്വർണം വിൽക്കുന്നതിന് ഇടനിലക്കാരനായ കൽപേഷിനെയും SIT വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യലും വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗോവർദ്ധൻ മുമ്പ് ശബരിമലയിൽ സമർപ്പിച്ച 10 പവൻ മാല കണക്കിൽപ്പെടുത്താതെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയതിന് പകരമായി ഗോവർദ്ധൻ നൽകിയ 10 പവന്റെ മാലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മഗസറിൽ രേഖപ്പെടുത്താതെ ശബരിമലയിൽ സൂക്ഷിച്ചത്. ഗുരുതര വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 2021 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഗോവർദ്ധൻ മാല കൈമാറിയത്. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മാല മാളികപ്പുറത്ത് സമർപ്പിച്ചത്. പക്ഷേ സമർപ്പിച്ച മാല ബോർഡ് മഗസറിൽ രേഖപ്പെടുത്തി കണക്കിൽപ്പെടാതെ ശബരിമലയിൽ സൂക്ഷിക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്ക് ശേഷമാണ് മാല മഗസറിൽ രേഖപ്പെടുത്തിയത്. ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രായച്ചിത്തം ചെയ്തുവെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ പോലീസിന് മൊഴി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവരികയാണ്. കേസിൽ പിടിയിലായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ദേവസ്വം ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമലയിലെ പാളികൾ സ്വർണം പൂശിയതാണെന്ന് 2 പേർക്കും അറിയാമായിരുന്നു. പോറ്റിയുടെ സഹായത്തോടെ പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു. സംഭാവന നൽകുന്നവരെന്ന നിലയിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. വേർതിരിച്ചെടുത്ത സ്വർണം പ്രതികൾ എന്ത് ചെയ്തുവെന്ന് കണ്ടെത്തണം. ശബരിമല സ്വർണമാണെന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിവരം. ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ശബരിമലയിലെ 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനായി 20 ലക്ഷം നൽകാനും പോറ്റി പറഞ്ഞെന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയത്. പണം നൽകിയതിന്റെ തെളിവും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ പക്കലെത്തിച്ച കൽപേഷിനെയാണ് ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയത് 109 ഗ്രാം സ്വർണമാണ്. പണിക്കൂലിയായാണ് 109 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെ 12ാം പ്രതിയായും ഗോവർദ്ധനെ 13ാം പ്രതിയാക്കിയും FIR ഉണ്ട്. കേസിൽ ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി SIT കസ്റ്റഡിയിൽ കസ്റ്റഡി ആവശ്യപ്പെടലൊക്കെ അംഗീകരിക്കപ്പെടുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്.
അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ ഇവർ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലൊരു പ്രവൃത്തി ഞങ്ങൾ ചെയ്തിട്ടില്ലെന്നും സ്വർണം പൂശുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു അവർ നൽകിയ മൊഴി. പക്ഷേ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ അന്നു തന്നെ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അതിന് പിന്നാലെയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ചോദ്യം ചെയ്തത്. ഇതിനെ തുടർന്ന് ശബരിമല സ്വർണം വേർതിരിച്ചിട്ടുണ്ടെന്ന് അന്ന് ഭണ്ഡാരി സമ്മതിച്ചതാണ്. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടുതൽ പിടിച്ചെടുത്തതോടെയാണ് പങ്കജ് ഭണ്ഡാരിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. 1 കിലോയ്ക്കടുത്ത് സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് രേഖകളിലുള്ളത്. വിൽപ്പനയ്ക്കായി ഗോവർദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്നത് 477 ഗ്രാം സ്വർണമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയുമായി 97 ഗ്രാം സ്വർണവും നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഉടനുണ്ടാകും. ഇടുക്കി കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസമൊക്കെ ഉത്തരവിട്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ്. സമാന്തര അന്വേഷണം വേണ്ട എന്ന SIT വാദം തള്ളിയായിരുന്നു കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിൽ അന്വേഷണം നടത്താൻ രേഖകൾ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ കോടതി ഉത്തരവിട്ടു. FIR, റിമാൻഡ് റിപ്പോർട്ട്, FIS മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെ SIT ഇഡിക്ക് കൈമാറണം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്കും ബെല്ലാരിയിലെ റൊദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളത് വർഷങ്ങളായുള്ള ബന്ധമെന്ന കണ്ടെത്തലും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഒറ്റ സംഘമായാണ് പ്രവർത്തിച്ചതെന്നാണ് വിവരം. 2009 മുതൽ തന്നെ മൂവരും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തി വന്നുവെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. പങ്കജ് ഭണ്ഡാരിയുമായി ഗോവർദ്ധന് വർഷങ്ങളായുള്ള ബിസിനസ് ബന്ധവുമുണ്ട്. ഏകദേശം 20 വർഷത്തോളമായുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബന്ധമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുണ്ടായിരുന്നത്. ഇരുവർക്കുമെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളതായും സ്വർണ്ണക്കൊള്ളയിൽ ഇവരുടെ പങ്ക് നിർണായകമാണ് എന്നുമാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമലയിൽ സ്വർണം പൂശുന്ന ജോലികൾ ചെയ്തിരുന്നതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിൽ ഉപക്ഷേത്രങ്ങളായ കന്നിമൂല, ഗണപതി, നാഗരാജ ക്ഷേത്രം, മാളികപ്പുറം എന്നിവിടങ്ങളിലെ മേൽക്കൂരകൾ 2009 സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശി നൽകിയിരുന്നു. 1998 സ്വർണം പൂശിയ ഗണപതി ക്ഷേത്രത്തിന്റെ, നാഗരാജ ക്ഷേത്രത്തിന്റെ കലശങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന സംശയവും ഉയരുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.